രക്ഷാപ്രവർത്തനം ഏത് വരെ അതിനെക്കുറിച്ച് അറിയോ ഇവിടെ? പിന്നെ രാവിലെ മറ്റേ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ടീമുണ്ട്, ഫോഴ്സ്, അവർ കൂടിയായിരുന്നു ഇന്നത്തെ തെരച്ചിൽ ഞങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ സൂചിപ്പാറ വാട്ടർ ഫോഴ്സിൻ്റെ ആ ഏരിയയിൽ തെരച്ചിൽ നടത്തുന്ന സമയത്ത് അവർക്ക് കോൾ വന്നു, ഇങ്ങനെ 2 പേര് കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് മേലേക്കുള്ള റൂട്ടിൽ നിന്ന് കൂടിയിട്ട് താഴെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഒരു 2-3 കിലോമീറ്റർ ഇറങ്ങണം, താഴെ വലിയ കുഴിയാണ്. അതിലേക്ക് അവരെ കൂടെ ഞങ്ങൾ ഇറങ്ങി പോയതാണ്. അതിൻ്റെ അടിയിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ചെറിയൊരു പരിക്ക് പറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് അവർ താഴേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഒരു 10-20 പേര്, പിന്നെ സ്പെഷ്യൽ ടാസ്ക് ടീമിൻ്റെ 20 പേര് താഴെ ഉണ്ട്. പിന്നെ നമ്മളൊരു വൈറ്റ് കാർഡ് അംഗം അവരുടെ കൂടെ ഉണ്ട് താഴെ. രക്ഷാപ്രവർത്തനത്തിൽ പോയിട്ടുണ്ട്. അവരെ കൂടെ രക്ഷിച്ചു എന്നാണ് അറിയുന്നത്. ഒരാളെ രക്ഷിച്ചു എന്നാണ് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് നമുക്ക്. ഇപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല, നമ്മളെ കൂടെയുള്ള വൈറ്റ് കാർഡ് ഫോൺ എടുക്കുന്നില്ല, ചിലപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ അയിലായിരിക്കും, ഫോൺ എടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഈ വഴിയാണോ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്? ഈ വഴിയും വരാം, ചിലപ്പോൾ നമ്മളെ വ്യൂ പോയിന്റിൻ്റെ അതിൽ കൂടിയിട്ട് മേലേക്ക് റോപ്പ് വലിച്ചു കയറ്റുക, അതിലും പറ്റുമായിരിക്കും. പിന്നെ ചിലപ്പോൾ ഞങ്ങൾ പോയ വഴിയിൽ എന്തായാലും കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രക്കുള്ള റിസ്ക് ഉള്ള ഒരു ഏരിയ ആണത്. പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ വഴിയിലൂടെ ഇറങ്ങുക എന്നുള്ളത് പറ്റില്ല പ്രായോഗികമായി. ഇല്ല, പ്രായോഗികമായിട്ട് ഇറങ്ങാൻ ഞങ്ങൾ പോയിട്ട് നമ്മൾ കൂടെ ഉണ്ടായ ഫോഴ്സ് കുറച്ച് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സാണ്. അവർ തന്നെ നോക്കി, നമ്മൾ ഒരു പ്രാവശ്യം അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഇറങ്ങാൻ വേണ്ടി നോക്കി, അപ്പോൾ പറ്റിയില്ല. അങ്ങനെയാണ് അവിടെ കറങ്ങണം എന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട്. ഇവിടുന്ന് വലിയ കുഴിയാണ്, കറങ്ങിപ്പോയതാണ്. മറ്റേ തേയിലത്തോട്ടത്തിനകത്തുകൂടി ഇറങ്ങിയിട്ട് പോയതാണ്. അത് ഏകദേശം ഒരു 5 കിലോമീറ്ററിലധികം ഉണ്ട്. ഇങ്ങനെ ചുറ്റി പോയിട്ട് നമ്മൾ അവിടെ എത്തിയതിനു ശേഷമാണ് തിരിച്ചു വന്നത്. അതായത് ഒരാൾക്ക് ലിഗ്മെന്റിന് പരിക്ക് പറ്റിയിട്ട് തിരിച്ചു വന്നതാണ്. വരെ ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ഏകദേശം കേരള പോലീസിന്റെ സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്, അവർ തന്നെ 20 പേരുണ്ട്, അവർ ഇറങ്ങിയിട്ടുണ്ട്. അവരെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് കൂടുതൽ എന്നാണ് നമ്മളെ പ്രതീക്ഷ. അവരെങ്ങനെ എത്തി എന്നുള്ളത് സംബന്ധിച്ചൊരു ധാരണ ഇല്ല, അത് ധാരണ. ആ വഴിക്ക് നേരത്തെ സ്പെഷ്യൽ ഫോഴ്സ് ഇറങ്ങി അവർ പ്രോപ്പിട്ട് ഇറങ്ങിയിട്ട് അവർ വീഡിയോ എടുത്തിരുന്നു. വീഡിയോ ഞങ്ങൾ കണ്ടത് എന്നുവെച്ചാൽ 2 സൈഡ് വെള്ളമുണ്ട്, സെൻറ്ററിൽ പാറക്കെട്ടുള്ള അതിൻ്റെ മേലെ ആളുള്ളത്. അവരെ വീഡിയോ എൻ്റെ കയ്യിലില്ല, ഞാൻ കണ്ടതാണ് അവരുടെ കയ്യിൽ. പിന്നെ അവർ അങ്ങനെ റോപ്പിട്ട് ആ വഴിക്ക് ഇറങ്ങി. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇതുവഴിക്ക് നടന്നു. അവരൊന്നിച്ച് ഞങ്ങളും പോയി. എന്നാണ് തോന്നുന്നത്. ഇനി ഒരു 2 പേരെയും കൂടിയാണ് രക്ഷിക്കാനുള്ളത് അല്ലേ? അവർ രാവിലെ 2 പേര് ഇപ്പുറത്തുണ്ട്, 30ഓളം പേര് അപ്പുറത്ത് തൊട്ടടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവരെ ഈ നടുവിൽ ഒരാളാണ് 2 പെട്ടിട്ടുള്ളത്, ബാക്കി 30 പേര് അപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത് രാവിലെ കണ്ടവർ. 30 പേരോളം രക്ഷിക്കാൻ അവിടെ ഉണ്ട്. എല്ലാവരും ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ഇവർ കുടുങ്ങിക്കിടക്കുന്നവർ എങ്ങനെയാണ് അറിഞ്ഞത്? അവിടെ ഉള്ള അപ്പുറത്തുള്ള ആൾക്കാർ കണ്ടതാണ്. നമ്മൾ ഈ വഴി പോകുന്ന സമയത്ത് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ, ഈ 30 ആൾക്കാരുണ്ട് ഇന്ന് വന്ന, അവർ കണ്ടതാണ്. കണ്ടിട്ട് രക്ഷാപ്രവർത്തനത്തിന് വന്നവർ അവരാണ് ഇവരോട് പറഞ്ഞത്. പിന്നെ ഇവർ ഇറങ്ങിയ സമയത്ത് അവിടുന്ന് കണ്ടെന്നാ പറഞ്ഞത്. ആ മറ്റേ വെള്ളം കെട്ടുണ്ടല്ലോ അവിടെ ഉണ്ട്, അവരെ കണ്ടെന്നാ പറഞ്ഞത്. ഫോറസ്റ്റ് ടീമുണ്ട്, വഴിയറിയാൻ വേണ്ടി ഫോറസ്റ്റ് ടീമുണ്ട് ഇവിടുത്തെ. ഫോറസ്റ്റ് സംഘങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു വിദഗ്ധ സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഈ വഴിയിലൂടെ വിദഗ്ധർക്ക് പോലും, ട്രെയിൻഡ് ആയുള്ളവർക്ക് പോലും ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറയുന്നത്. ഇവർ ആദ്യം ഒരു ശ്രമം നടത്തി, പിന്നീട് നടക്കാതെ വീണ്ടും ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഇതിലൂടെ കൊണ്ടുവരും, റോപ്പ് ഉപയോഗിച്ച് ഉയർത്തി കൊണ്ടുവരും. അതല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ, റോപ്പ് വഴിയുള്ള തന്നെ മറ്റൊരു വഴിയിലൂടെയും കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്. ആ കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. എയർലിഫ്റ്റിങ്ങിൻ്റെ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു വഴിയിലൂടെ പോയപ്പോൾ ഈ സംഘാംഗങ്ങൾക്ക് തന്നെ പരിക്ക് പറ്റി, അവർ ചെറിയ പരിക്ക് പറ്റി തിരിച്ചു വരേണ്ട സ്ഥിതി വരെ വന്നു. അത്രയ്ക്കും ദുർഘടം പിടിച്ച വഴിയാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ ആ ഭാഗത്ത്, അതായത് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ എയർലിഫ്റ്റിൻ്റെ കൂടുതൽ സാധ്യതകൾ തേടുകയാണെന്നാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.